ഒരു നിമിഷം. ഇപ്പം അങ്കമാലി മൂക്കന്നൂർ കൂട്ടക്കൊലക്കേസിൽ കോടതി ശിക്ഷാവിധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഡാനി ഇപ്പോൾ ചേരുന്ന വിശദാംശങ്ങളുമായി. ഡാനി, എന്താണ് കോടതിയിൽ നിന്ന് നൽകുന്ന വിവരങ്ങൾ, കോടതിയിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? ടോം, മൂക്കന്നൂർ കൂട്ടക്കൊലപാതക കേസിൽ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഇപ്പോൾ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതിൽ പ്രതി ബാബുവിന് വധശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ഇതിൽ സ്മിതയെ കൊലപ്പെടുത്തിയ കേസിൽ 3 പേരാണ് ഇതുമായി ഈ കേസിൽ കൊലപ്പെട്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും നിഷ്ഠൂരമായി കൊല നടത്തിയ സ്മിതയെ കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതി ബാബുവിന് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. 38ഓളം വെട്ടുകൾ ഈ സ്മിതയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. ഇതെല്ലാം കണക്കിലെടുത്ത് അതിനിഷ്ഠൂരമായ ഒരു കൊലപാതകം, അത് അപൂർവങ്ങളിൽ അപൂർവം തന്നെ എന്ന് തന്നെ കോടതി കണ്ടെത്തിക്കൊണ്ട് തന്നെയാണ് സ്മിതയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ബാബുവിനെ വധശിക്ഷ വിധിക്കുന്നത്. മറ്റ് 2 പേർ, അതായത് സ്മിതയുടെ മാതാപിതാക്കൾ ശിവനും അതോടൊപ്പം വത്സലയും, അവരെ കൊലപ്പെടുത്തിയ കേസിൽ ഇരട്ട ജീവപര്യന്തവുമാണ് വിധിച്ചിരിക്കുന്നത്. പ്രതി ബാബുവിന് 4,10,000 രൂപ പിഴ ഒടുക്കണം. വിവിധ വകുപ്പുകളായി പിഴ ഒടുക്കേണ്ടതുണ്ട്. ഈ തുക സ്മിതയുടെ ഇരട്ട കുട്ടികൾക്ക് നൽകുകയും വേണമെന്ന് കോടതി വിധിക്കുകയും ചെയ്തു. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് അല്പസമയം മുമ്പ് ഈ വിധി പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഇപ്പോൾ കോടതി നടപടികൾ അവസാനിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം പ്രതി ബാബുവിനെ കോടതിക്ക് പുറത്തേക്ക് കൊണ്ടുവരും. 2018 ആണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടന്നത്. സ്വത്ത് തർക്കത്തെ തുടർന്നായിരുന്നു ഈ ഒരു കൊലപാതകം ഉണ്ടായത്. ഇതിൽ ബാബുവിന്റെ സഹോദരൻ ശിവനെയും ശിവന്റെ ഭാര്യ വത്സലയെയും ഒപ്പം അവരുടെ മകൾ സ്മിതയുമാണ് ഈ രീതിയിൽ നിഷ്ഠൂരമായിട്ട് വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തത്. ഒപ്പം തന്നെ ഇവരുടെ ഈ ബാബുവിന്റെ തന്നെ സഹോദരങ്ങൾക്ക് നേരെ കൊലപാതക ശ്രമം ഉണ്ടായിരുന്നു. സ്മിതയുടെ ഇരട്ട കുട്ടികൾക്ക് നേരെയും അയാൾ കയ്യിലിരുന്ന വാക്കത്തി വീശുകയും ചെയ്തിരുന്നു. അങ്ങനെ അവർക്കും കുട്ടികൾക്കും ചെറുതായ രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കൊലപാതക ശ്രമം, കൊലപാതകം ഉൾപ്പെടെ 14 വകുപ്പുകളിലായാണ് ശിക്ഷ ചുമത്തിയിരുന്നത്. ഈ 14 വകുപ്പുകളിലും പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇത് സംബന്ധിച്ച് കോടതി അതിൽ കാര്യമായി ഈ കേസ് പരിഗണിക്കുമ്പോൾ തന്നെ കോടതി പറഞ്ഞിരുന്നു 14 വകുപ്പുകളിലും ചെയ്ത കുറ്റങ്ങൾ നിലനിൽക്കുന്നതാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഒപ്പം ഹാജരാക്കിയ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതിക്ക് വ്യക്തമായിരിക്കുന്നുവെന്ന് അഡീഷണൽ സെഷൻ കോടതി വിധിക്കുകയുണ്ടായിരുന്നു. ഇതിനുശേഷം 2 ദിവസമായി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാദം നടക്കുകയായിരുന്നു. വിധി സംബന്ധിച്ചുള്ള വാദം നടക്കുകയായിരുന്നു. അത് പൂർത്തീകരിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് 2:30 കോടതി ചേരുകയും കോടതി ഈ കേസിൽ ബന്ധപ്പെട്ടുകൊണ്ട് വിധി പറയുകയും ചെയ്തത്. മുക്കന്നൂർ കൂട്ടക്കൊലപാതക കേസിൽ പ്രതി ബാബുവിന് വധശിക്ഷ വിധിച്ചിരിക്കുന്നു. അതിൽ സ്മിതയുടെ കൊലപാതകം, അത് 3 പേരാണ് കൊല്ലപ്പെട്ടത്. അത് എങ്ങനെയായിരിക്കും ഈ ശിക്ഷ എങ്ങനെയായിരിക്കും നടപ്പാക്കുക? കാരണം നമുക്കറിയാം സാധാരണ ഈ വധശിക്ഷയൊക്കെ നടപ്പാക്കാൻ കാലതാമസമുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ കോടതി വിധിയിലെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഈ ഇരട്ട ജീവപര്യന്തത്തിന് ശേഷമായിരിക്കുമോ വധശിക്ഷ നടപ്പാക്കുക? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ഈ ശിക്ഷാവിധിയിലുണ്ടോ? ടോം, ഇപ്പോൾ വിധി പ്രസ്താവം കഴിഞ്ഞുള്ള അതിൻ്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ പൂർണ്ണമായി ലഭ്യമാകും. ഇപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിൽ ഈ കേസിന്റെ വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ ഈ ഇരട്ട ജീവപര്യന്തത്തിന് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച പിന്നീട് വധശിക്ഷ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരിക എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രോസിക്യൂഷൻ അടക്കമുള്ളവർ ഇവിടേക്ക് പുറത്തേക്ക് വന്നിരിക്കുന്നു. അല്പസമയത്തിന് ശേഷം അവരിത് സംബന്ധിച്ച കേസിന്റെ വിശദാംശങ്ങൾ സംബന്ധിച്ച് സംസാരിക്കുകയും ചെയ്യും. പൂർണ്ണമായ കാര്യങ്ങൾ എന്താണ്, ഈ ശിക്ഷാവിധിയുടെ വ്യക്തമായ വിവരങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകം തന്നെ ഇവർ വ്യക്തമാക്കുകയും ചെയ്യും. നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് ടോം, ഇതിൽ 2-3 കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു. അതിലേറ്റവും നിഷ്ഠൂരമായി കണ്ടെത്തിയിരിക്കുന്നത് സ്മിതയുടെ കൊലപാതകമാണ്. 38ഓളം വെട്ടുകൾ ഇവരുടെ ശരീരത്തിലുണ്ടായിരുന്നു. വളരെ നിഷ്ഠൂരമായി അവർ കൊല ചെയ്യപ്പെട്ടു. ഇത് വളരെ അപൂർവം തന്നെയാണെന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലുള്ളൊരു ശിക്ഷാ പ്രസ്താവത്തിലേക്ക് അടക്കം കടന്നു പോവുകയും ചെയ്തത്. മറ്റ് 2 കൊലപാതകങ്ങളിലാണ് ഇരട്ട ജീവപര്യന്തത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഒപ്പം 4,10,000 രൂപ ഇതിൽ പിഴ ഒടുക്കുകയും ചെയ്യണം. ഈ തുക കൊല്ലപ്പെട്ട സ്മിതയുടെ കുട്ടികൾക്ക് നൽകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്മിതയുടെ ഇരട്ട കുട്ടികൾ, അവർക്കും ഈ കൊലപാതകം നടത്തുന്നതിൽ അവർക്കും വെട്ടേറ്റിരുന്നു. അവരും ആശുപത്രിയിൽ കഴിയേണ്ടി വന്നിരുന്നു. അങ്ങനെ ഒരു സാഹചര്യങ്ങളടക്കമുണ്ടായിരുന്നു. ഇവർക്ക് കുട്ടികൾക്ക് ഇതിൽ നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. മാഡം
ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ സംസാരിക്കും. പറയട്ടെ. വിധിയെ ഏറ്റവും സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യണം. ഏറ്റവും ഞങ്ങൾക്ക് അതിയായ സന്തോഷമാണ്. കാരണം ഒരു നീതി നടപ്പാക്കി എന്ന് തന്നെയാണ് നമ്മളുടെ തീർച്ചയായിട്ടുള്ള വിശ്വാസം. ഇതിൽ 3 പേരെ നിങ്ങൾക്കറിയായിരിക്കും, 3 പേരെ കൊല ചെയ്യപ്പെട്ട കേസാണ്. ഒരു 6 വർഷം മുമ്പ്, അതായത് ഈ ഫെബ്രുവരി 12 വരുമ്പോൾ 7 വർഷത്തിലേക്ക് കിടക്കുന്ന ഒരു കേസാണ്. 12/2/2018 തീയതി 3 പേരെ, അതായത് ഒരു അച്ഛൻ, അമ്മ, മകൾ, 3 പേരെ അവരുടെ അച്ഛന്റെ ഏറ്റവും ഇളയ സഹോദരനായ പ്രതി വാക്കത്തി കൊണ്ട് വെട്ടി പരിക്കേൽപ്പിച്ച കേസാണ്. ഇത് 3 ചെറിയ മക്കളുടെ മുന്നിൽ വെച്ചും ആണ് ഈ ദാരുണമായ ഈ സംഭവം നടന്നിട്ടുള്ളത്. ഈ കേസിന്റെ ട്രയൽ ശരിക്കും പറഞ്ഞാൽ പറവൂര് സെഷൻസ് കോടതിയിൽ നടത്തേണ്ട കേസായിരുന്നു. നമ്മുടെ കുട്ടികളുടെ കോടതിയിലേക്ക് വരാനുള്ള കാരണം, ഇതിനകത്ത് ഒരു കുട്ടി 11 വയസ്സുള്ള ഒരു ആൺകുട്ടിയെ വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള ഒരു 307 IPC അതുകൂടി ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഈ കോടതിയിലേക്ക് കേസ് ട്രയലിന് വന്നത്. ഏകദേശം ഒരു 1.5 വർഷത്തോളം ഈ കേസിന്റെ ട്രയൽ നടന്നു. പിന്നീട് ഇതിനകത്ത് പ്രധാനപ്പെട്ട തെളിവുകളെന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഇഞ്ചുറീസ് ആണ്. ഇഞ്ചുറീസിൽ എല്ലാവരുടെ ചോപ്പ് വൂൺസ് എന്ന് പറയുന്ന, അതായത് ഇൻസൈസ്ഡ് വൂൺസ്, വാക്കത്തി കൊണ്ട് സ്കള്ളും നെക്കും പൊളന്നു പോയിട്ടുള്ള മുറിവുകളാണ് 3 പേർക്കും. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പ്രതിയുടെ ഇന്റൻഷൻ, അതാണ് കൊലപ്പെടുത്തുക എന്നുള്ള ഇന്റൻഷൻ. തീർച്ചയായിട്ടും ഈ തെളിവിലൂടെ, ഡോക്ടറുടെ തെളിവ്, ഒരേ ഡോക്ടർ തന്നെയാണ് 3 പേരെയും പോസ്റ്റ്മോർട്ടം ചെയ്തത്. ഡോക്ടർ ഉന്മേഷാണ് ഇതിലെ അതിപ്രധാനമായ ഈ തെളിവ് കോടതി മുമ്പാകെ അവതരിപ്പിച്ചത്. ശിക്ഷ എന്ന് പറയുന്നത് ഏറ്റവും എക്സ്ട്രീം പെനാൽറ്റി ആയിട്ടുള്ള ഡെത്ത് പെനാൽറ്റി ഒരു മർഡർ കേസിൽ, അതായത് 33 വയസ്സുള്ള സ്മിത എന്ന് പറയുന്ന സ്ത്രീയെ കൊലപ്പെടുത്തിയതിന്, അത് ഏറ്റവും ദാരുണമായിട്ടാണ്. 35 വൂൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ കൊലപ്പെടുത്തിയതിനാണ് ഡെത്ത് പെനാൽറ്റി കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ ബാക്കി അച്ഛന്റെയും അമ്മയുടെയും കൊലപ്പെടുത്തിയതിനുമായി ബന്ധപ്പെട്ട് ജീവപര്യന്തം ശിക്ഷ എന്നുള്ളതാണ്. ജീവപര്യന്തം ശിക്ഷ എന്നുള്ളത് വിധിയുടെ പകർപ്പ് കിട്ടിയിട്ടില്ല. ടിൽ ദ റിമൈനിങ് പാർട്ട് ഓഫ് ലൈഫ് ആണോ എന്നുള്ളത് കോടതി വിധി നമുക്ക് ഏതാണ്ട് കുറച്ച് കഴിയുമ്പോൾ കിട്ടും, അപ്പോഴേ പറയാൻ പറ്റുള്ളൂ. ലൈഫ് ഇംപ്രിസൺമെന്റ് എന്നാണ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുള്ളത്. കൂടാതെ ഹൌസ് ട്രസ്പാസ്, അതിക്രമിച്ച് കയറി ഉപദ്രവിച്ചതിനും 307 കുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് 10 വർഷം അതായത് റിഗറസ് ഇംപ്രിസൺമെന്റ് ആണ് എല്ലാ വകുപ്പുകളിലും ബഹുമാനപ്പെട്ട കോടതി ശിക്ഷ വിധിച്ചിട്ടുള്ളത്. പിന്നെ 440 വീട്ടിൽ കയറി അതിക്രമിച്ചത്, പിന്നെ 326 അവരെ ഗ്രീവിയസ് അവരെ ഉപദ്രവിച്ച് ഹർട്ടുണ്ടാക്കിയതിന്, പിന്നെ ഈ സ്മിത എന്ന അവർക്ക് പ്രത്യേകമായിട്ട് 324 ഒരു സെക്ഷൻ ഉണ്ട്. അത് ഈ പെണ്ണിനോടുള്ള, സ്ത്രീകളോടുള്ള 2 സ്ത്രീകളുണ്ട് ഇതിനകത്ത്. ഈ 2 സ്ത്രീകളോടുമുള്ള അതിദാരുണമായ ഈ കൃത്യത്തിന് ഉള്ള ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷം തടവ്. അങ്ങനെ ടോട്ടൽ 46 വർഷം തടവാണ്. ഇതിന്റെ തുക, ഫൈൻ എമൗണ്ട് എന്ന് പറയുന്നത് 4,10,000 രൂപ. ഇതിൽ ഈ ടേം സെന്റൻസ് ഫസ്റ്റ് ചെയ്യും. ഇപ്പൊ ഡെത്ത് പെനാൽറ്റിയുടെ കൺഫർമേഷൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞാൽ മാത്രമേ അതിന്റെ ബാക്കി നടപടികൾ ഉണ്ടാവുകയുള്ളൂ. തീർച്ചയായിട്ടും ഇപ്പൊ ഡെത്ത് പെനാൽറ്റി എക്സ്ട്രീം പെനാൽറ്റിയാണ് നമ്മൾ 302 പ്രതീക്ഷിച്ചതെങ്കിലും ഒന്നിലാണ് എങ്കിലും ലൈഫ് ഇംപ്രിസൺമെന്റ് എന്ന് പറയുന്ന ഒരു അതിൽ തൊട്ടടുത്തുള്ള തന്നെ 2 ഈ മരണം 302 ആകെ 2 ഉള്ളൂ. ഒന്ന് ലൈഫും ഒന്ന് ഈ ഡെത്താണ്. അതിൽ ഒന്നില് ഡെത്ത് കിട്ടിയെന്നുള്ളതിൽ തീർച്ചയായിട്ടും വളരെ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. കാരണം ഇത് തന്നെയാണ് ഈ ശിക്ഷ. അത് ശരിയായ വിധിയാണ് ഈ കോടതി ഇന്ന് ബഹുമാനപ്പെട്ട കോടതി ഉത്തരവായിട്ടുള്ളത്. കൊല്ലപ്പെട്ട സ്മിതയുടെ ഭർത്താവാണ് സംസാരിക്കുന്നത്. ഭർത്താവും മകനും ഈ വിധി പ്രസ്താവന കേൾക്കാൻ കോടതിയിലെത്തിയിരുന്നു. സ്മിതയുടെ ഭർത്താവും മകൻ ബാബു ചെയ്തതിന്റെ ആ കുറ്റത്തിൻ്റെതായ ശിക്ഷകളെല്ലാം അവന് കിട്ടിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്കൾ പ്രതീക്ഷിച്ച ഒരു ശിക്ഷ പ്രതിക്ക് കിട്ടി എന്ന് കരുതുന്നു. അന്ന് മകനായിരുന്നു? അല്ലല്ല, മകന് പരിക്കേറ്റി. ഇതിനല്ല, ഇളയാക്കാൻ. ഇപ്പോൾ സമയം
മുമ്പ് സ്ക്രീനിൽ ഉണ്ടായിരുന്നത്. അങ്കമാലി മൂക്കന്നൂർ കൂട്ടക്കൊലപാതക കേസിൽ പ്രതി ബാബുവിന് കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നു. സ്മിതയെ കൊലപ്പെടുത്തിയ കേസിലാണ് വധശിക്ഷ. മറ്റ് 2 കൊലപാതകങ്ങൾ, അതായത് സ്മിതയുടെ പിതാവ് ശിവന്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവരെ കൊലപ്പെടുത്തിയ മറ്റ് 2 കൊലപാതക കേസുകളിൽ ഇരട്ട ജീവപര്യന്തമാണ്. സ്മിതയുടെ മക്കളെ വധിക്കാൻ ശ്രമിച്ചതിന് 10 വർഷം അധിക തടവുമുണ്ട്. ഡാനി പോളിലേക്ക് വീണ്ടും. ഡാനി, ഇതുമായി ബന്ധപ്പെട്ട് ഈ ശിക്ഷാവിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും പ്രോസിക്യൂഷൻ ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് വിധി നടപ്പാക്കുക എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? ടോം, നമുക്കറിയാം വധശിക്ഷ കീഴ്ക്കോടതികൾ വിധിക്കുമ്പോൾ അതിന് ഹൈക്കോടതിയുടെ ഒരു അന്തിമ തീർപ്പ് വരേണ്ടതുണ്ട്. എല്ലാ കേസുകളിലും തന്നെയും അത് ആ രീതിയിൽ തന്നെയാണ്. കാരണം അതൊരു അന്തിമമായ ഒരു ശിക്ഷാവിധിയാണ്. അതുകൊണ്ട് തന്നെ അതിന് ഹൈക്കോടതിയുടെ തീർപ്പ് അല്പം വരേണ്ടതുണ്ട്. അത് ഹൈക്കോടതി കൺഫേം ചെയ്യേണ്ടതുണ്ട്. പക്ഷേ മറ്റ് വകുപ്പുകളിലുള്ള ശിക്ഷകൾ അത് അതിൻ്റെ ഒരു കാലയളവ് തുടങ്ങുകയും ചെയ്യും. അവർ നേരത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ ബിന്ദു വ്യക്തമാക്കിയതുപോലെ ഇതിൽ 2 കൊലപാതകങ്ങൾക്ക് ജീവപര്യന്തം തടവുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് 14 വകുപ്പുകളിലായി വേറെയും ശിക്ഷ വിധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വീട്ടിലേക്ക് അതിക്രമിച്ച് കയറൽ, അങ്ങനെ തുടങ്ങിയ ചെറിയ ചെറിയ വകുപ്പുകളെല്ലാം തന്നെയുണ്ട്. അതിലെല്ലാം കൂടി 2 ജീവപര്യന്തം ഉൾപ്പെടെയും ഏതാണ്ട് 40 വർഷത്തോളമാണ് ഒരു ശിക്ഷാ കാലയളവ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്കറിയാം അതിൽ ജീവപര്യന്തത്തിൻ്റെ ഒരു കാലയളവായിരിക്കും സ്വാഭാവികമായും കണക്കിലെടുക്കുകയും ചെയ്ത്. അപ്പോൾ അതിനുശേഷമായിരിക്കും ഈ വധശിക്ഷ നടപ്പാക്കുന്ന നടപടികളിലേക്കടക്കം കടക്കുക എന്നാണ് അവർ സൂചിപ്പിച്ചത്. പക്ഷേ അതിന് എന്താണ് കോടതി അത് സംബന്ധിച്ച് പറയുക എന്ന കാര്യത്തിൽ കൂടി ഒരു വ്യക്തത വരേണ്ടതുണ്ടെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ 2018 നടന്ന വളരെ നിഷ്ഠൂരമായൊരു കൂട്ടക്കൊലപാതകത്തിന് ഇപ്പോൾ അതിനൊരു തീർപ്പ് വന്നിരിക്കുന്നു. അഡീഷണൽ സെഷൻസ് കോടതി ഈ കേസ് സംബന്ധിച്ച വിധി പ്രസ്താവിച്ചിരിക്കുന്നു. അവർ സൂചിപ്പിച്ചതുപോലെ, നേരത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ സൂചിപ്പിച്ചതുപോലെ, ഈ പ്രത്യേക കോടതിയിലേക്ക് സ്ത്രീകളുടെയും കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ തടയുന്ന പ്രത്യേക കോടതി, അതിവേഗ കോടതി തന്നെയാണ്. ഇവിടേക്ക് വരാനുണ്ടായ കാര്യമെന്ന് പറയുന്നത് സ്മിതയുടെ കുട്ടികളിൽ ഒരാൾക്ക് 11 വയസ്സായിരുന്നവർക്ക് വളരെ ഗുരുതരമായ രീതിയിൽ തന്നെ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് ഈ കോടതിയിലേക്കടക്കം വരികയും ചെയ്തത്. ഇതിപ്പോൾ ശിക്ഷ ഇത് സംബന്ധിച്ച് പൂർത്തിയായിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്ന വാദങ്ങൾ ഉണ്ടായിരുന്നു, ശിക്ഷ സംബന്ധിയായ വാദങ്ങളടക്കമുള്ള കാര്യങ്ങൾ നടന്നിരുന്നു. അതെല്ലാം തന്നെ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ അഡീഷണൽ സെഷൻസ് കോടതിയെ സംബന്ധിച്ചുള്ള വിധി പ്രസ്താവം അടക്കം നടത്തിയിരിക്കുന്നു. പ്രതി ബാബുവിന് വധശിക്ഷ വിധിച്ചിരിക്കുന്നു. ഇത് ഈ കൂട്ടക്കൊലപാതകത്തിൽ സ്മിതയെ കൊലപ്പെടുത്തിയ രീതി, അതായത് 36 വെട്ടുകളോളം അവരുടെ ശരീരത്തിലുണ്ടായിരുന്നു. 33 വയസ്സുകാരിയാണ് സ്മിത. അവർക്ക് വലിയ രീതിയിൽ തന്നെ അതിമാരകമായി തന്നെ അവർക്ക് മുറിവേറ്റിരുന്നു. ഇതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും എല്ലാം തന്നെ ഇക്കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ പ്രതിപാദിച്ചിരുന്നു. അത് വളരെ അപൂർവമായിട്ട് തന്നെയാണത് കേസായിട്ട് തന്നെ കോടതി കാണുന്നു. കാരണം ഇത്രത്തോളം മാരകമായി അവരെ കൊലപ്പെടുത്തുന്ന രീതി, അതോടൊപ്പം മറ്റ് 2 പേർക്കും തന്നെ വലിയ രീതിയിലുള്ള ഗുരുതരമായ രീതിയിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ തലയ്ക്കടക്കം വെട്ടേറ്റിരുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിന് ഇങ്ങനെയൊരു സാഹചര്യം കൂടി ഉണ്ടാകുന്നത്. ഈ സ്മിതയുടെ കൊലപാതകത്തിൽ വധശിക്ഷയിലേക്ക് അടക്കം പോകേണ്ട ഒരു സാഹചര്യവും അതായിരുന്നു. കേട്ടോ. ഏറെ കോളിളക്കം സൃഷ്ടിച്ച മൂക്കന്നൂർ കൂട്ടക്കൊലക്കേസിലാണ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പ്രതി ബാബുവിന് വധശിക്ഷ വിധിച്ചിരിക്കുന്നു. സ്മിതയെ കൊലപ്പെടുത്തിയ കേസ്, അതായത് ബാബുവിന്റെ സഹോദരന്റെ മകളായ സ്മിതയെ കൊലപ്പെടുത്തിയ കേസിലാണ് വധശിക്ഷ. ബാബുവിന്റെ സഹോദരൻ ശിവനെയും ഭാര്യയും കൊലപ്പെടുത്തിയ കേസിൽ ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം.